വെൽക്കം ടു സി കെ മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മിയാൻഹോയുടെ ഫോട്ടോ ബോക്സിന് മുന്നിൽ വെച്ചിട്ട് നീ എന്തിനാണ് ഇയാളെ അന്വേഷിക്കുന്നത്? അയാൾ ശരിക്കും ഒരു വട്ടനാണെന്നാണ് തോന്നുന്നത്. നമ്മൾ പഠിച്ച സ്കൂളിലെ ഒരു പാർട്ട് ടൈം ഓഫീസ് ജീവനക്കാരനാണ് ഇയാൾ എന്ന് ലീ ജിയോങ് പറയുന്നു. ഞാൻ രക്ഷിച്ച ടീച്ചർ സോജിയോങ് ആണ്. അവളിപ്പോൾ ആ സ്കൂളിലെ ഒരു കോൺട്രാക്ട് വർക്കറാണ്. ഇയാൾ അവളുടെ കയ്യിൽ നിന്ന് കുറെ പണം തട്ടിയെടുത്തു, അതുകൊണ്ടാണ് അവൾ മരിക്കാൻ ശ്രമിച്ചത് എന്ന് ബോക്സ് പറയുന്നത് കേട്ട് നീ എന്തിനാണ് അവളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവൾ നിന്നോട് ചെയ്തത് എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? അയാളെ കണ്ടുപിടിക്കാൻ അവൾ നിന്നോട് ആവശ്യപ്പെട്ടോ? കണ്ടുപിടിച്ചാൽ തന്നെ നീ എന്ത് ചെയ്യാനാണ്? നീയാണ് അവളെ രക്ഷിച്ചതെന്ന് എന്തായാലും അവൾ ഇതിനകം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ അവളിവിടെ വന്ന് നിനക്കൊരു നന്ദി പറയാൻ പോലും തയ്യാറായില്ലല്ലോ. നന്ദി പറഞ്ഞില്ലെങ്കിൽ വേണ്ട, അവൾക്ക് പണമെങ്കിലും പകരം തരാമല്ലോ എന്നവൻ പറയുന്നു. നീ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ബോക്സ് ചോദിച്ചപ്പോൾ അവൻ തിരികെ കസേരയിലേക്ക് ഇരിക്കുന്നു. പെട്ടെന്ന് അവന് പണ്ട് ക്ലാസ്സിൽ വെച്ച് ചെയ്യാറുള്ളത് പോലെ ചെവി വട്ടം പിടിച്ച് 4, 3, 2 എന്നിടുന്നു. അവൻ ഒന്നെണ്ണിയതും മിസ്റ്റർ പാർക്ക് അവിടേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. രണ്ടുപേരും സാറിനെ കണ്ട് ചാടി എണീച്ചപ്പോൾ നിങ്ങളെന്തോ കള്ളത്തരം കാണിക്കുകയായിരുന്നു അല്ലേ? എന്താണത്? എന്താണ് ഒളിപ്പിച്ചത് എന്ന് സാർ ചോദിച്ചപ്പോൾ ഇത് സ്കൂളല്ല സാർ, എന്തിനു വന്നതാണ് എന്ന് ലീ ജിയോങ് ചോദിക്കുന്നു. ഞാൻ ബോക്സുവിനെ കാണാൻ വന്നതാണ്, നീ സ്കൂളിലേക്ക് മടങ്ങി വരണമെന്ന് അദ്ദേഹം പറയുന്നു. അവർക്ക് ഭക്ഷണമായി വന്ന ബോക്സുവിന്റെ അമ്മ പുറത്തു നിന്ന് അത് കേൾക്കുന്നു. ബോക്സുവും ലീ ജിയോങ്ങും അത് കേട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുന്നു. ഈ വർഷം ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശയാണിത് എന്ന് ബോക്സുവും ഈ 27ാം വയസ്സിൽ ഇവന് സ്കൂളിലേക്ക് വന്ന് എന്ത് ചെയ്യാനാണെന്ന് ലീ ജിയോങ്ങും ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. അപ്പോഴേക്കും അവന്റെ അമ്മ അകത്തേക്ക് വന്ന് അവൻ എന്തിനാണ് സ്കൂളിലേക്ക് മടങ്ങി വരുന്നത് എന്ന് ചോദിക്കുന്നു. ബോക്സ് ഒരു സ്റ്റുഡന്റിന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് സ്കൂൾ അവനൊരു സെക്കൻഡ് ചാൻസ് നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് സാർ പറഞ്ഞപ്പോൾ 2ാം ചാൻസോ? വെറുതെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് സമയം കളയാതെ ഇവിടുന്ന് പോകാൻ നോക്ക്. എന്റെ ജീവിതത്തിന് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ അവനോട് ചെയ്തതൊന്നും വീണ്ടും ഓർമ്മിപ്പിക്കാതെ ഇവിടുന്ന് വേഗം പോയിക്കോ എന്ന് പറഞ്ഞവർ അദ്ദേഹത്തെ പുറത്തിറക്കി വാതിലടയ്ക്കുന്നു. എന്നിട്ട് അവരോട് അദ്ദേഹം ഇപ്പോൾ നിങ്ങളുടെ ടീച്ചറല്ല, അതുകൊണ്ട് അദ്ദേഹവുമായി ഒരു കോൺടാക്റ്റും വേണ്ട എന്ന് പറഞ്ഞ് ഭക്ഷണം അവർക്ക് നൽകിയിട്ട് പോകുന്നു. ബോക്സ് അവരുടെ പുറകെ ഓടിച്ചെന്ന് അമ്മ എന്തിനാണ് ചോറുമായി വന്നത്? ഞാൻ ഇവിടുന്ന് വാങ്ങി കഴിച്ചേനല്ലോ എന്ന് പറയുന്നു. എനിക്ക് നിന്നെ ഒരു തവണ കൂടി കാണാമല്ലോ. കൊണ്ടുവന്നതിന് എന്താണ് കുഴപ്പം? ആ നീല അടപ്പുള്ളതാണ് നിന്റെ പൊതി, അതിൽ 2 മുട്ട വറുത്തതുണ്ട് എന്നവർ പറയുന്നു. നിനക്ക് സ്കൂളിലേക്ക് മടങ്ങി പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്നവർ ചോദിച്ചപ്പോൾ 1 മിനിറ്റ് ചിന്തിച്ചിട്ട് ഇല്ല എന്നവൻ പറയുന്നു. അതാണ് നല്ലത് എന്ന് പറഞ്ഞവർ തിരികെ പോകുന്നു. ക്ലാസ് കഴിഞ്ഞ് സങ് സ്റ്റാഫ് റൂമിലേക്ക് വന്നപ്പോൾ അവൾക്ക് ചെയ്യാനുള്ള ജോലികൾ മറ്റ് ടീച്ചർമാർ സ്റ്റിക്കി നോട്ട് എഴുതി അവളുടെ സീറ്റിൽ ഒട്ടിച്ചു വെച്ചിരുന്നു. ഒരു കോൺട്രാക്ട് വർക്കറായ സ്ഥിതിക്ക് ഞാനിതെല്ലാം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞവൾ അത് ഇളക്കിയെടുക്കുന്നു. അപ്പോഴാണ് പ്രിൻസിപ്പൽ സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്നത്. മിസ്റ്റർ പാർക്കറോട് ബോക്സുവിനെ കാണാൻ പോയിട്ട് എന്തായി എന്ന് അന്വേഷിക്കുന്നത്. അവൻ മടങ്ങി വരില്ലെന്ന് അറിഞ്ഞപ്പോൾ എന്ത് വില കൊടുത്തും അവനെ തിരികെ കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ പോകുന്നു. ഇവരിപ്പോൾ എന്തിനാണ് ബോക്സുവിനെ കുറിച്ച് പറയുന്നത് എന്ന് സോജിയോങ് ചിന്തിച്ചിരിക്കുമ്പോൾ മിസ്റ്റർ പാർക്ക് അവൾക്ക് തീയിലേ വന്ന് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചെങ്കിലും ബോക്സുവിനെ കുറിച്ചാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ തിരക്കുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. മാനേജർ മകനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോക്സു മടങ്ങി വരില്ല എന്ന വിവരം പ്രിൻസിപ്പൽ അവരെ ഫോൺ വിളിച്ചറിയുന്നത്. ഫോൺ വെച്ച് കഴിയുമ്പോൾ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഞങ്ങൾ പഴയ ഫ്രണ്ട്സ് അല്ലേ എന്ന് സേഹോ പറയുന്നു. ബോക്സു തന്റെ റിക്വസ്റ്റ് ഏജൻസിയിലെ ജോലികളുടെ തിരക്കിലാണ്. ഒരാളുടെ ഭാര്യയ്ക്ക് പകരമായി അയാൾക്കൊപ്പം ഓടാൻ പോകുന്നതും ഡയറ്റ് കാരണം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീ അവർക്ക് പകരം അവനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നതും ഒക്കെ അവന്റെ ജോലിയുടെ ഭാഗമായി കാണിക്കുന്നുണ്ട്. ഒരു ദിവസം അവന്റെ അമ്മയുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ നൂഡിൽസ് വേണമെന്ന് ഒരു റിക്വസ്റ്റ് വന്നതനുസരിച്ച് ബോക്സു പറഞ്ഞ അഡ്രസ്സിൽ അതുമായി എത്തുന്നു. അവിടെ കാത്തിരുന്ന ആളെ കണ്ടവൻ വല്ലാതാകുന്നുണ്ട്. സേഹോ ആയിരുന്നു അത്. നമ്മൾ തമ്മിൽ കണ്ടിട്ട് 9 വർഷമായിരിക്കുന്നു, നിനക്കൊരു മാറ്റവുമില്ല എന്ന് സേഹോ ചിരിച്ചുകൊണ്ട് പറയുന്നു. ബോക്സ് കൊണ്ടുവന്ന ഭക്ഷണം അവന്റെ മുന്നിൽ നിർത്തിയിട്ട് മടങ്ങാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വേറൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. നീ സ്കൂളിലേക്ക് മടങ്ങി വരണം. സ്കൂളിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒന്ന് കെട്ടടങ്ങുന്നവരെ നീ അവിടേക്ക് വരണം. നീ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരാമെന്ന് സേഹോ പറയുന്നു. എന്തിനാണ് അങ്ങോട്ട് മടങ്ങി വരുന്നത് എന്ന് ബോക്സ് ചോദിച്ചപ്പോൾ നിനക്ക് പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ എന്ന് സേഹോ ചോദിക്കുന്നു. ബോക്സ് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് നീ കാരണമല്ലേ എനിക്കതിന് കഴിയാഞ്ഞത് എന്ന് ചോദിക്കുന്നു. അതുകൊണ്ടാണ് മടങ്ങി വരാൻ ഞാൻ പറഞ്ഞത്. ഞാൻ അടുത്ത് തന്നെ സ്കൂൾ മാനേജരാകുമെന്ന് സേഹോ പറഞ്ഞപ്പോൾ ബോക്സ് പിടിവിട്ടിട്ട് നീ മരിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് നീ സുഖമായി ജീവിക്കുകയായിരുന്നല്ലേ? പാവം തോന്നി നിന്നോട് ക്ഷമിക്കാൻ ശ്രമിച്ച ഞാൻ വെറും മണ്ടൻ എന്നവൻ പറയുന്നു. ഞാനല്ലേ നിന്നോട് ക്ഷമിക്കേണ്ടിയിരുന്നത്? ഞാനല്ലേ ശരിക്കും ഇരയായത് എന്ന് സേഹോ ചോദിക്കുന്നു. ബോക്സ് മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നു. പുറത്തിറങ്ങി കയ്യിലിരുന്ന പാത്രം അവൻ ദേഷ്യത്തിൽ റോഡിലേക്ക് വലിച്ചെറിയുന്നു. പെട്ടെന്ന് തന്നെ അമ്മ ഇനി ഇതിന്റെ പേരിലായിരിക്കും വഴക്കുണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അത് തിരികെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിയോഹുവിനെ കണ്ട് വേഗം വന്നില്ലെങ്കിൽ അവൻ മിസ്സാകും എന്ന് പറഞ്ഞ് ലീ ജിയോങ് അവനെ വിളിക്കുന്നു. ബോക്സു ലീ ജിയോങ് പറഞ്ഞതനുസരിച്ച് അയാളെ കണ്ടെത്തുന്നു. അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവൻ പിന്തുടർന്ന് അയാൾക്കൊപ്പം എത്തുന്നു. അവസാനം നീ ഓടാൻ വയ്യ എന്ന് പറഞ്ഞ അയാൾ ഒരു ബിൽഡിങ്ങിന്റെ റൂഫ് ടോപ്പിലേക്ക് പാരപ്പറ്റിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അയാളുടെ നിൽപ്പ് കണ്ടപ്പോൾ ബോക്സുവിന് സ്കൂൾ കാലത്തിലെ ചില സംഭവങ്ങൾ മനസ്സിലേക്ക് വരുന്നു. അയാൾ നിൽക്കുന്ന പോലെ ചാടാൻ നിൽക്കുന്ന സേഹോയെയും അവൾ എന്റെ ഗേൾഫ്രണ്ടാണ് എന്നുറക്കെ പറയുന്ന ബോക്സുവിനെയും ഒക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. ബോക്സുവിനെ പിടിവിട്ട് സേഹോ താഴേക്ക് വീഴുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് കരയുന്ന സുജിയോങ്ങിനെയും കാണാം.
മിസ്റ്റർ പാർക്കിനോട് ഞാൻ അവനെ തള്ളിയിട്ടതല്ല, അവൻ തനിയെ ചാടിയതാണ്. അവസാന നിമിഷം വരെ ഞാൻ അവനെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എന്ന് ബോക്സു കരഞ്ഞുകൊണ്ട് ആണിട്ട് പറയുന്നുണ്ട്. അവന് ബോധം വീണിരിക്കുന്നു. നീ തള്ളിയിട്ടതാണെന്നാണ് അവൻ പറഞ്ഞത്. സോജിയോങ് അത് സത്യമാണെന്ന് സാക്ഷി പറയുകയും ചെയ്തു എന്ന് അദ്ദേഹം അറിയിക്കുന്നു. ക്ലാസ്സിലേക്ക് മടങ്ങിയ അവനെ മറ്റു കുട്ടികളെല്ലാം നീ അത് ചെയ്തതെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും സോജിയോങ് മാത്രം അവനെ നോക്കാൻ പോലും കൂട്ടാക്കാതെ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ്. അവൻ അകത്തേക്ക് ചെന്ന് ഞാനല്ലാതെ ചെയ്തതെന്ന് അറിഞ്ഞിരുന്നിട്ടും നീ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്ന് അവളോട് ചോദിച്ചെങ്കിലും അവൾ മുഖമുയർത്തുന്നത് പോലുമില്ല. അപ്പോഴേക്ക് സെക്യൂരിറ്റി ഓഫീസർമാർ വന്ന് അവനെ ബലമായി പിടിച്ചു നിർത്തുന്നു. അത്ര നാളത്തെ സൗഹൃദത്തിന്റെയോ കാരുണ്യത്തിന്റെയോ ഒന്നും ഒരു ഭാവമില്ലാതെ സോജിയോങ് മുഖമുയർത്തി രൂക്ഷമായി അവനെ നോൽക്കുന്നു. അതവനെ ഒന്നുകൂടി തളർത്തുന്നുണ്ട്. അപ്പോഴേക്ക് സെക്യൂരിറ്റി അവനെയും കൊണ്ട് പോകുന്നു. ഓർമ്മകളിൽ നിന്ന് ഉണർന്ന ബോക്സു മുന്നിൽ മിയാങ്സുവിനെ കാണാത്തതിനാൽ മുന്നോട്ട് ചെന്ന് നോക്കുമ്പോൾ അയാൾ താഴെ കൂടി ഓടിപ്പോകുന്നത് കാണുന്നു. പക്ഷേ രാത്രി അയാൾ താമസ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പതുങ്ങിന്നിരുന്ന ബോക്സു അയാളെ പിടികൂടുന്നുണ്ട്. സോജിയോങ് അന്ന് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മിയാൻഹോ വന്നവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് സോറി പറയുന്നു. അവൾ അയാളെ പിടിച്ച് കുലുക്കിക്കൊണ്ട് എന്റെ പണം തിരികെ തരാൻ പറഞ്ഞപ്പോൾ ആ പണം എന്റെ കയ്യിലില്ല, ഞാൻ അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും എടുത്തിട്ടില്ല, അന്ന് തന്നെ ഞാനത് കൈമാറിയിരുന്നു എന്ന് അയാൾ പറയുന്നു. ആർക്കാണത് കൊടുത്തത് എന്ന് അവൾ ചോദിച്ചപ്പോൾ ഫുഡ് ചെയിൻ ഉദാഹരണമായി പറഞ്ഞിട്ട് ഞാൻ അതിലെ വെറുമൊരു പുൽനാമ്പ് മാത്രമാണ് എന്ന് അയാൾ പറയുന്നു. ഞാൻ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞവൾ അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മുന്നോട്ട് നടന്നപ്പോൾ പോലീസിൽ പരാതി നൽകിയാൽ നിങ്ങൾ എന്നെ സ്വാധീനിച്ച് കൈക്കൂലി നൽകിയതിനാൽ ഇപ്പോഴുള്ള കോൺട്രാക്ട് ജോലി കൂടി നഷ്ടപ്പെടും എന്ന് അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. നിങ്ങളിപ്പോൾ പിന്നെ എന്നോട് കുറ്റം ഏറ്റുപറയാൻ വന്നതാണോ എന്ന് അവൾ ചോദിച്ചപ്പോൾ ആ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ കാരണമാണ് എനിക്കിപ്പോൾ വരേണ്ടി വന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിലും പെട്ടെന്ന് നിർത്തിയിട്ട് അങ്ങനെയൊന്നുമല്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ ചെയ്ത തെറ്റോർത്ത് ഞാൻ മരിക്കുന്നവരെ ദുഃഖിക്കും. ടീച്ചർ ഒരു ഫുൾ ടൈം ടീച്ചർ ആകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോകുന്നു. ബോക്സ് അവിടെ മറിഞ്ഞു നിന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അയാൾ പോയ വഴിയിലെത്തി ഓടിപ്പോകാമെന്ന് ചിന്തിക്കുകയേ വേണ്ട, എത്രയും പെട്ടെന്ന് അവളുടെ പണം തിരികെ കൊടുക്കാൻ ശ്രമിച്ചോണം. എനിക്ക് ആളുകളെ കണ്ടെത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് എന്ന് അവൻ പറയുന്നു. അയാളെ സംബന്ധിച്ച് പോയി കഴിയുമ്പോൾ സോജിയോങ് അവിടേക്ക് വരുന്നത് കണ്ടവൻ ഒളിച്ചെങ്കിലും അവൾ അവനെ കണ്ടിരുന്നു. നീ ബോക്സ് ആണെന്ന് എനിക്കറിയാം, പുറത്തേക്ക് വരാൻ അവൾ പറയുന്നു. നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ നിന്നോട് നന്ദി പറയുമെന്ന് നീ കരുതിയോ എന്നവൾ ചോദിച്ചപ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. നീ എന്തിനാണ് ഇതിൽ ഇടപെട്ടത് എന്നവൾ ചോദിച്ചപ്പോൾ സാധാരണ ആളുകൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നന്ദി പറയുകയാണ് ചെയ്യാറുള്ളത് എന്ന് ബോക്സ് പറയുന്നു. എന്നെ സഹായിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ, നീ ഇപ്പോൾ പത്രത്തിൽ പേര് വന്ന 4 പേർ അറിയുന്ന വിധത്തിലായി എന്ന് കരുതി നീ ഹീറോ ആണെന്ന് വിചാരിക്കരുത്. സ്കൂളുകാർ അവരുടെ പോരായ്മ മറയ്ക്കാൻ ആളുകളെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് മടങ്ങി വരാൻ പറയുന്നത്. നീ മിടുക്കനാണെന്ന് തെറ്റിദ്ധരിച്ച് നീ അവിടേക്ക് മടങ്ങി വരരുത് എന്നവൾ ദേഷ്യത്തിൽ പറയുന്നു. ഞാൻ അവിടേക്ക് നോക്കി നിന്ന് മൂത്രമൊഴിക്കുക പോലും ചെയ്യാറില്ല എന്ന് പറഞ്ഞവൻ സങ്കടപ്പെട്ട് തിരിഞ്ഞെടുക്കുന്നു. അവൻ പോയി കഴിയുമ്പോൾ സോജിയോങ് കരയുകയും അവളുടെ കൈകൾ വിറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ പുതിയ മാനേജറെ കാണാനായി വരുന്നു. പുറംതിരിഞ്ഞിരിക്കുകയായിരുന്ന അയാളോട് ഒരു കോൺട്രാക്ട് ടീച്ചറായ ഞാൻ പറയാൻ പാടില്ലാത്തതാണ് എന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. ഓഫീസിലെ കിം മിൻ ഹോ എന്ന് വരെ പറഞ്ഞപ്പോഴേക്കും മാനേജർ അവളുടെ പേര് വിളിച്ചുകൊണ്ട് തിരിയുന്നു. അപ്പോഴാണത് സേഹോ ആണെന്ന് അവൾ അറിയുന്നത്. അവൻ അവൾക്ക് ഡ്രിങ്ക്സ് വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ എന്തു പറയാനാണ് നീ വന്നത് എന്നവൻ ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ ഒഴിഞ്ഞു മാറുന്നു. യങ്മിനെ രക്ഷിച്ചതിന് അവൻ നന്ദി പറഞ്ഞപ്പോൾ അതെന്റെ ഡ്യൂട്ടി അല്ല, പിന്നെ നീ മാനേജറുടെ മകനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നവൾ പറയുന്നു. എന്നെക്കുറിച്ച് വേറെയും പലതും നിനക്കറിയാത്തതായി ഉണ്ട്. ഞാൻ ആരെയാണ് അന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നതെന്നും നിനക്കറിയില്ല. അന്ന് നിനക്കാകെ ഒരു ചിന്ത മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നവൻ പറഞ്ഞപ്പോൾ പാസ്റ്റിനെ കുറിച്ച് പറയാനല്ലല്ലോ നമ്മളിവിടെ വന്നത് എന്നവൾ ചോദിക്കുന്നു. ആ സമയം അവൾക്ക് കുറച്ചപ്പുറത്തായി ഒരു ലേഡി ഉച്ചത്തിൽ തന്റെ മകളുടെ ബോയ്ഫ്രണ്ടിനോട് ഇവളുമായി ബ്രേക്കപ്പ് ആകാൻ നിനക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിക്കുന്ന അവൾ കേൾക്കുന്നു. സോജിയോങ് സ്വയം അറിയാതെ $50,000 എന്ന് പറയുന്നത് കേട്ട് സേഹോ ഞെട്ടുന്നുണ്ട്. അവൻ കേട്ടെന്ന് മനസ്സിലായപ്പോൾ ചമ്മൽ മറിക്കാൻ ശ്രമിച്ചുകൊണ്ട് അത്രയും രൂപയൊക്കെ ബ്രേക്കപ്പ് ആവുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നവൾ പറയുന്നു. നീ ഇപ്പോഴും പഴയതുപോലെ തന്നെ തമാശക്കാരിയാണല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിന്റെ സഹായം വേണമായിരുന്നു. നീ ബോക്സുവിനെ സ്കൂളിലേക്ക് എങ്ങനെയെങ്കിലും മടങ്ങിക്കൊണ്ട് വരണമെന്ന് അവൻ പറയുന്നു. സോജിയോങ് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ മിയാൻഹോയുമായി നീ എന്തോ ഇടപാടുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. നീ ബോക്സുവിനെ തിരികെ സ്കൂളിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ഞാൻ നിന്നെ ഒരു പെർമനന്റ് ടീച്ചറാക്കാം എന്നവൻ പറയുന്നു. അവർക്ക് കുറച്ചു മാറി ഇരുന്ന പെൺകുട്ടിയുടെ ബോയ്ഫ്രണ്ടിന് പകരക്കാരനായി അവിടെ ഇരിപ്പുണ്ടായിരുന്ന ബോക്സും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. നീ അന്നും എന്നെ സഹായിച്ചതല്ലേ, ഇത്തവണ കൂടി എന്നെ സഹായിക്കുക എന്ന് സേഹോ ഒരു വല്ലാത്ത ചിരിയോടെ അവളോട് പറയുന്നു. ഞാൻ എപ്പോഴാണ് നിന്നെ സഹായിച്ചത് എന്ന് സോജിയോങ് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതിരിക്കുന്നതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ബോക്സുവിനെ നീ കൊണ്ടുവരും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞയാൾ പോകുന്നു. സോജിയോങ് പുറത്തേക്ക് പോകുന്നു. ആ സമയത്താണ് മകളുടെ ബോയ്ഫ്രണ്ട് ആയിരുന്ന ബോക്സുവിന്റെ മുഖത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കുരുവിച്ചിട്ട് ഒരു കവറിൽ പണമെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഇതുമായി പോയിക്കോണം, ഇനി ഇവളുടെ പുറകിന് നിന്നെ കണ്ടേക്കരുത് എന്ന് പറഞ്ഞ് അവർ എഴുന്നേറ്റ് പോകുന്നത്. വെള്ളം മുഖത്തൊഴുകി വന്ന് കോൺട്രാക്ട് ഇല്ലാതിരുന്നതിനാൽ ആ പെൺകുട്ടി ബോക്സുവിനോട് സോറി പറയുന്നുണ്ട്. അവിടുന്ന് മടങ്ങുമ്പോൾ സേഹോ തന്റെ ഡ്രൈവറോട് ഇനി ബോക്സുവിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ബോക്സു ആണെങ്കിൽ സോജിയോങ് എന്നോട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അവൾ ആൾറെഡി എന്റെ ജീവിതം നശിപ്പിച്ചതല്ലേ എന്നൊക്കെ സ്വയം പറഞ്ഞ് സേഹോയും അവളും തമ്മിലുള്ള സംഭാഷണം ഓർത്ത് നടക്കുമ്പോൾ ടി വിയിൽ സേഹോ പുതിയ മാനേജറായി ചാർജ് എടുത്ത ന്യൂസ് കാണുന്നു. നീ എന്റെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കുമെന്ന്
ഞാൻ അറിഞ്ഞിരുന്നില്ല. നിന്റെ ജീവിതം വെച്ച് ഞാനും വന്ന് കളിക്കാൻ പോവുകയാണെന്ന് ബോക്സ് വാശിയോടെ പറയുന്നുണ്ട്. അടുത്ത ദിവസം സോജിയ ക്ലാസ്സിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് സ്റ്റാഫ് റൂമിൻ്റെ ജനലിൽ കൂടി ബോക്സ് യൂണിഫോം ധരിച്ച് നടന്നു വരുന്നത് കാണുന്നത്. അവൾക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവൻ മടങ്ങി വന്നേതോ എന്ന് അവൾ ചിന്തിച്ച് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.